ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ കാർത്തു. വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്നിവിടെ ഒരു ഫ്രൈഡേ ആണ്. ഞാനിപ്പോൾ രാവിലെ ആയതേ ഉള്ളൂ, 9 മണി. ഞാനിപ്പോൾ ഉപ്പ് മേടിക്കാൻ പോവുക കോഫ്ലൻഡിൽ. കാരണം ഇന്നലെ ഉപ്പിൻ്റെ പറഞ്ഞ അടിയിൽ വെച്ച് കയറിപ്പോയി. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇന്ന് ഉപ്പ് മേടിക്കാൻ പോയിട്ട് വരാമെന്ന്. സോ ലെറ്റ്സ് ഗോ. ഇലകളൊക്കെ വേറെ കളറായി തുടങ്ങിയിട്ടുണ്ട്, മഞ്ഞ ചുവപ്പ് ഒക്കെ. ഇവിടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇന്ന് നല്ല വിൻഡി ആയിട്ടാണ് കാണിക്കുന്നത്. നല്ല കാറ്റും ഉണ്ട്. കൊള്ളാം, നല്ലൊരു ക്ലൈമറ്റ്. ചൂടും ഇല്ല എന്നാൽ വലിയ തണുപ്പും ഇല്ലാത്തൊരു സൂപ്പർ ഡ്യൂപ്പർ ക്ലൈമറ്റ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ സൈക്കിളിലൊക്കെ പോവും. കൂടുതൽ പേര് സൈക്കിളിൽ അടുത്തൊക്കെ ആണെങ്കിൽ പോകുന്നത്. ഈ ഒരു മരം കണ്ടോ, എനിക്ക് നമ്മളെ കണിക്കൊന്ന പോലെ തോന്നി. ഫുൾ മഞ്ഞിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മാത്രമേ ഉള്ളൂ, ഇതെല്ലാം മഞ്ഞിച്ചതാ. നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് നമ്മളെ നാട്ടിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീല്. നാട്ടിലെ ചിങ്ങമാസം ഉണ്ടല്ലോ, അതേമാതിരി ഉണ്ട്. ഫുൾ കാറ്റും ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ കോഫ്ലാൻഡ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രോളി ഒന്നും വേണ്ട, കാരണം നമ്മൾ ഒരെണ്ണം മാത്രമല്ലേ മേടിക്കുന്നുള്ളൂ. എല്ലാ വട്ടവും ഇങ്ങനെ പറഞ്ഞാൽ വരുന്നത്, ഒന്നേ മേടിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ വരുമ്പോൾ ഒരു പറ സാധനങ്ങൾ മേടിച്ചു കൂട്ടും. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ഓ, ഫ്ലവേഴ്സ്. വാവ്. നമുക്ക് 2 ക്രോസൻ്റ് എടുക്കാം. രാവിലെ അല്ലേ ഇവിടെ കഴിക്കാൻ ക്രോസൻ്റൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിൽ പപ്സ് അതൊക്കെ കിട്ടുന്ന കണക്ക് ഇവിടെ ക്രോസോണ്ടുണ്ട്, അതെടുക്കാം. ഇതൊരുപാട് തയ്ക്കുന്ന അവർക്കുള്ളതാന്ന് തോന്നുന്നു, തുന്നൽ നൂലുകളും അങ്ങനെയൊക്കെ കുറേ. ഇവിടെ ഇന്ന് കിങ് പ്രോൺസിന് 3 യൂറോ ഉള്ളൂ, അല്ലെങ്കിൽ നല്ല വിലയാണ്. അതുകൊണ്ട് ഇത് എടുക്കാമെന്ന് വെച്ച് 2 എടുത്തു. ഇവിടെയാണ് സോൾട്ടിന് തന്നെ പല വെറൈറ്റീസ് ഓഫ് സോൾട്ട് ഉണ്ട്. ഞാൻ ഈ ബോക്സ് എടുക്കാമെന്ന് വെച്ചു. മഞ്ഞ, സോഡിയം ഉള്ളതും അങ്ങനെ പറഞ്ഞ ഫ്ലൂറൈഡ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. കല്ലുപ്പും എല്ലാം കിട്ടും ഇവിടെ. ഞാൻ യെല്ലോ എടുക്കാമെന്ന് കരുതി. അങ്ങനെ കോഫ്ലൻഡിൽ സാധനം മേടിച്ച്, ഉപ്പ് മാത്രം മേടിക്കാൻ വന്ന ഞാനാ കുറച്ച് 2-3 ഐറ്റംസ് എടുത്തു. മൊത്തത്തിൽ 9 യൂറോ ആയി. എന്നും ഇങ്ങനെ ഒരെണ്ണം മാത്രം മേടിക്കാൻ വരും, എന്നിട്ട് കുറേ സാധനം മേടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. ഈ പാർക്കിലോട്ട് പോയി ക്രോസന്റ് കഴിക്കാമെന്ന് കരുതി. സോ ലെറ്റ്സ് ഗോ ടു പാർക്ക്. ബിലീവേ പാർക്ക് എന്നാ പേര്. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാ പാർക്കിനോട്ട് പോകുന്ന വഴി. അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. ഇങ്ങോട്ട് പോകാൻ കരുതി. ഫുൾ മരങ്ങളാണ് ഇവിടെ. എല്ലാ മരത്തിനും പേരല്ല, ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിനും എണ്ണം ഉള്ളതാ, കണ്ടില്ലേ? എല്ലാത്തിനും എണ്ണം ഉണ്ട് ഇവിടെ. മരത്തിനായാലും താറാക്കൾക്കായാലും എല്ലാത്തിനും എണ്ണം ഉണ്ട് ഇവിടെ. ഇതാണ് പാർക്ക്. അവിടെ ഒരു കൊച്ച് കൈറ്റ് പറപ്പിക്കുന്നു. ഇവിടെ കുറേ ചെയർസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാം. അതിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരുന്ന് ബോറടിക്കും. എന്നും കരുതും വെളിയിലോട്ടൊക്കെ ഇറങ്ങണം, പക്ഷെ ഇറങ്ങത്തില്ല. മടി കാരണം ഇങ്ങനെ ചത്തുകുത്തിയിരിക്കും. ഇന്ന് എന്തായാലും ഉപ്പ് മേടിക്കണമല്ലോ, അത് ഓർത്ത് ഞാൻ ഇറങ്ങിയതാ. ഇനി ഇവിടെ കാണാൻ ഇരുന്നൊരു ക്രോസോണ്ട് കഴിക്കാം. അപ്പോൾ അമ്മയും മോളും കൂടെ കൈറ്റ് പറപ്പിക്കുന്നു. ഇവിടെ ചെയറിലൊക്കെ വെള്ളം. ഞാൻ ഇച്ചിരി വെള്ളം ഇല്ലാത്തൊരു സ്ഥലത്തോട്ടിരുന്നു. ഇനി നമുക്ക് ഈ ക്രോസോണ്ട് കഴിക്കാം. ഇവിടെ ആ കൊച്ചും അമ്മയും കൂടെ നിന്ന് കളിക്കുന്നു. ഇതാണ് ഈ ഫുൾ. ഇതൊരുപാട് വലിയൊരു പാർക്കാണ്. ഇവിടെ റോഡ് അങ്ങ് വരെ കിടക്കുന്നുണ്ട്. ഈ വഴി നടന്നാൽ കോപ്പനിക്ക് എത്തും. ഒരു 10 to 15 മിനിറ്റ്സ് നടന്നാൽ കോപ്പനിക്ക് എത്തും. തിരിച്ച് ഈ വഴി പോകാം. ഓ, എന്തൊരു ഭംഗിയാണേ. ഇലകളൊക്കെ പൊഴിഞ്ഞ് മഞ്ഞിച്ച് തറയിൽ കിടക്കുന്ന കാണാൻ. വാവ്. ഇതൊരു ചെറിയൊരു വഴിയാ. ഇതിലേ കൂടെ പോവാം. സൈക്കിളൊക്കെ പോകുന്നൊരു വഴിയാ. കൊള്ളാം. ഓ, എന്തോ ഒരു കാറ്റാ ഇന്ന്. ഒരു രക്ഷയേ ഇല്ല, കാറ്റ് ഭയങ്കരം. സൂക്ഷിച്ചില്ലെങ്കിൽ സൈക്കിൾ നമ്മൾ ഇടിച്ചിടും. നമ്മൾ വേണം സൂക്ഷിച്ച് നടക്കാൻ. അല്ലാതെ ഇവര് ഇവിടെ ഒരു സൈഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് നടക്കുന്നെങ്കിൽ ഒരു സൈഡിൽ കൂടെ, ഇങ്ങോട്ടാണെങ്കിൽ വേറൊരു സൈഡ്, അങ്ങനെയൊക്കെ കറക്റ്റ് ഇതുണ്ട്. നമ്മുടെ നാട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ അല്ലേ നടക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. അയ്യോ, എന്താ കാറ്റാ ഇത്. ഇതാണ് ഇവിടുത്തെ ആംബുലൻസ്. ഇവിടെ ഞങ്ങളെ അപ്പാർട്ട്മെന്റിൽ എന്നും വരും പേഷ്യൻസിനെയൊക്കെ കൊണ്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ.
അങ്ങനെ വീട്ടിലെത്തി കുക്ക് ചെയ്യുക. നാട്ടിലായിരുന്നപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു. എല്ലാം അമ്മേ അത് വേണം, അമ്മേ ഇത് വേണം, എന്ന് പറയുമ്പോഴേ സാധനങ്ങൾ അടുത്തെത്തുമായിരുന്നു. എടുത്തു പോലും കഴിക്കണ്ടായിരുന്നു. എത്ര കൂട്ടം ഉണ്ടെങ്കിലും എനിക്ക് ഒക്കത്തുമില്ലായിരുന്നു. അത് വേണം ഇത് വേണം എന്നും പറഞ്ഞ് ബഹളമായിരുന്നു. ഇപ്പം സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ചെയ്യുമ്പോഴാണ് അറിയുന്നത് അന്ന് അമ്മ ഉണ്ടാക്കി തന്നതിൻ്റെ വില. ദാറ്റ് ഈസ് ലൈഫ് അല്ലേ. ഇപ്പം എല്ലാം അന്ന് ഞാൻ ഒരു അടുക്കളയിലൊന്നും കയറത്ത് കൂടി ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അടുക്കളയിലൊക്കെ കയറി കുക്ക് ചെയ്ത് തുടങ്ങിയത് തന്നെ. അന്നേരം ഇപ്പോൾ ടേസ്റ്റ് എങ്ങനായാലും കുഴപ്പമില്ല, കൊള്ളത്തില്ലേലും പന്നലാണേലും ഒക്കെ കഴിക്കുന്നുണ്ട്. അന്ന് എല്ലാത്തിനും ഭയങ്കര ഒരിച്ചിരി ഉപ്പ് കുറഞ്ഞാൽ ബഹളം, എല്ലാത്തിനും അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. ഇവിടെ വന്നിട്ട് എല്ലാം അങ്ങനെ സുഖിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് കല്യാണം സജസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞോടുകൂടി എല്ലാം മാറി. ഇപ്പോൾ എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു, സ്വന്തമായിട്ട് കഴിക്കുന്നു, വീട്ടുജോലി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ ആകപ്പാടുള്ളൊരു ആശ്വാസം ഇവിടെ ഡിഷ് വാഷർ ഉള്ളതാണ്. മാൾട്ടയിൽ വെച്ച് ഡിഷ് വാഷർ ഇല്ലായിരുന്നു. അപ്പോൾ അഖിലിന് പാത്രം കഴുകാനും കൊടുക്കും, ഞാൻ കുക്കും ചെയ്യും. അപ്പോൾ എന്നും അഖിലിന് പ്രശ്നം, അഖിലിനൊന്നും പാത്രം കഴുകാനാതിരുന്നതെന്നും പറഞ്ഞിട്ട്. എനിക്കാണ് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പാത്രം കഴുകുന്നത്. ഇവിടെ വന്നുകൊണ്ട് ഡിഷ് വാഷർ ഉണ്ടായതുകൊണ്ട് അഖിലിന് ഇപ്പോൾ സുഖം. അഖിലിനൊന്നും ചെയ്യേണ്ട, വെറുതെ ഇരുന്നാൽ മതി. ജോലിക്ക് പോകുന്നുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരുന്നാൽ മതി. ഡിഷ് വാഷറെല്ലാം ചെയ്ത് പുള്ളി നല്ല എല്ലാം ശരിയാക്കി വെക്കും. ഇന്നലെ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ചോറും ഉണ്ട്, മോരുണ്ടാക്കി, ഇന്ന് പ്രോൺസ് ഉണ്ടാക്കി, പിന്നെ ബീൻസ് തോരനും ഉണ്ടാക്കി. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. എല്ലാവരും കഴിച്ചോ? 1:30-2 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കഴിക്കും. അഖിൽ 3:30 ആവും എത്താൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ അഖിൽ കഴിക്കാറുള്ളൂ. അഖിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നത് 11 മണിക്ക് എന്തോ കഴിക്കും. അതുകൊണ്ട് അഖിൽ വന്നിട്ട് കഴിക്കും. അതുകൊണ്ട് നേരത്തെ കഴിക്കും. അപ്പോൾ ഇവിടെ വൈകിട്ടായി, 5 മണിയായി. അഖിൽ വന്ന് ഇനി ചുമ്മാ ജസ്റ്റ് വീക്കെൻഡാണ് ആയതുകൊണ്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങാമെന്ന് കരുതി. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഭയങ്കര വെയിലല്ലോ, നല്ല വെയിലുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, അതിന് പോവാ. എന്നെ കാട്ടി ഭയങ്കര ഒരു അഖിലിനായി. കണ്ണാടി മാറ്റണമെന്ന് പറഞ്ഞ് തിരിച്ചേറി പോന്ന്. എന്തുവാ അഖിലേത്? കണ്ണാടിയൊക്കെ മാറി. താങ്ക് യു. സോ നമ്മൾ കോപ്പനിക്കിലോട്ടുള്ള വണ്ടി നോക്കിയിരിക്കുക. കോപ്പനിക്ക് വരെ പോകുന്നുള്ളൂ, കാരണം ഇവിടെ 8 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ഷോപ്സും അടയ്ക്കും. സോ കോപ്പനിക്ക് വരെ പോകാനുള്ള സമയമുള്ളൂ. ഇത് പോകത്തില്ലല്ലേ? ഇനി വരുന്ന വണ്ടിക്കാണ് നമുക്ക് പോകേണ്ടേ. ഞങ്ങളിവിടെ ടി കെ മാക്സിന് പറഞ്ഞിട്ടൊരു കടയിൽ വന്നതാണ്. ചുമ്മാ വന്നതാ. അഖിലിനെന്തോ ഷൂ എന്തോ വേണമെന്നൊക്കെ പറയുന്നതായിട്ട്. എപ്പോൾ വന്നാലും അഖിലാണ് എടുക്കുന്നത്. എനിക്ക് മേടിച്ചു തരാമെന്നും പറഞ്ഞ് അഖിൽ വരും. അവസാനം അഖിൽ ഇവിടെ കിടന്നങ്ങ് ഷോപ്പ് ചെയ്യാൻ. എന്നിട്ട് ഒരു കുന്ന സാധനം അഖിലെടുക്കും, എനിക്കൊട്ട് എടുക്കത്തുമില്ല. ഇവിടെ ഹാലോവിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ക്യൂട്ട് ഐറ്റംസ്. ഇതെന്താണോ എന്തോ. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഷർട്ട്. ഞാൻ അങ്ങനെ ഭംഗി കണ്ടിട്ട് എടുത്തിയാ. നോക്കിയേ, മെയ്ഡ് ഇൻ ഇന്ത്യ. കാണാമോ? മെയ്ഡ് ഇൻ ഇന്ത്യ. നല്ല ഭംഗിയുണ്ട് എന്തായാലും. ജാക്കറ്റിൻ്റെ ഏരിയ. ഇവിടെ സമ്മർ ഡ്രസ്സൊക്കെ ഇപ്പോൾ സെയിലിൽ കൊടുക്കും. വിൻ്ററിൽ സമ്മർ ഡ്രസ്സ് സെയിലും, സമ്മറിൽ വിൻ്റർ ഡ്രസ്സ് സെയിലും, അങ്ങനെ സെയിലിടും. അങ്ങനെ അവിടെ നിന്നൊന്നും എടുത്തില്ല. ഇനി സാറ്റേണിൽ കയറി എനിക്കൊരു ഹെയർ സ്ട്രെയിറ്റ്നർ നോക്കണം. അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. സോ സാറ്റേണിൽ കയറി ഹെയർ സ്ട്രെയിറ്റ്നർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കും. അവിടെ ഒരെണ്ണം നോക്കി വെച്ചു. ഇനി അതിലും നല്ലത് ഇവിടെ വിലക്കുറഞ്ഞുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുന്നതാണല്ലോ നല്ലത്. സോ ഇവിടെയും കൂടെ നോക്കിയിട്ട് അവിടെ പോയി എടുക്കാമെന്ന് കരുതി. iPhone 16 അല്ലേ? 16 പ്രോയും പ്രോ മാക്സും 16ഉം നോക്കട്ടെ. പ്രോ മാക്സ്
ഓ ഇതിന് 16 പ്രോയ്ക്ക് 1199. 16 പ്ലസിന് അവർ എത്രയൊന്നും കൊടുത്തിട്ടില്ല. ഇത് ഫുൾ ഇവിടുത്തെ ഹോം അപ്ലയൻസസും ഫോൺസും എല്ലാം കിട്ടുന്ന ഒരു കടയാണ്. ഇലക്ട്രോണിക്സ് ഐറ്റംസും എല്ലാം കിട്ടും. ആ ഇത് കൊള്ളാമല്ലോ. ഇത് അഖിലിൻ്റെ സെക്ഷൻ, കുട്ടികളുടെ സെക്ഷന് അഖിലിൻ്റെ സെക്ഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഖിലിന് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വരുമ്പോഴും ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകുന്നതാണ്. എന്തോ ഇത് നോട്ടെ. ഡൈസൻ്റെ ഫുൾ ഉള്ളത്, സ്ട്രെയിറ്റ്നറും ഹീറ്ററും ഡ്രയറും എല്ലാം ഉള്ളത്. ഇതെല്ലാം ഞാൻ മേടിക്കുന്നതിന് നല്ല വില, 600 യൂറോ ഒക്കെ ആവും. മൈ ഗോഡ്, കൊള്ളാല്ലേ. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ചെറിയ പൈസയ്ക്കുള്ളത് എടുക്കാം. എടുക്കുമെന്നറിയില്ല, നോക്കാം. കളറുണ്ട്, 19 യൂറോയേ ഉള്ളൂ. ഒരെണ്ണം എന്തായാലും എടുക്കാം. ഇതിന്ന് ഏതെങ്കിലും എടുക്കാമെന്ന് വെച്ചു. ഓക്കേ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ, പല റേറ്റിനുള്ളത്. ഡൈസന്റെ സ്ട്രെയിറ്റർ ഞങ്ങൾ നോക്കും എങ്ങനെയാണെന്ന്. കൊള്ളാലോ, ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഡൈസൺ എയർ ആപ്പ്. ഇത് കോൾഡ് എയർ, നോർമൽ എയർ, ഇത് ഹോട്ട് എയർ. കൊള്ളാം, എന്തായാലും കൊള്ളാം. മോയ്സ്ചർ കുളിച്ചിട്ട് വന്നിട്ട് ഡ്രൈ ഹെയർ. നൈസ്. എന്തെങ്കിലും എനിക്ക് മേടിച്ചാൽ പ്ലാൻ ഉണ്ടാകില്ലേ? ഇല്ലല്ലേ? സീരിയസ്ലി? ഒന്നുകൂടെ പറ. ഇത് ഇത്രയും വലുത് എന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഡൈസന്റെ ഫാൻ, നൈസ് ആയിട്ടുണ്ട്. ഫാനാന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് അറിയില്ല കറക്റ്റ് എന്തുവാന്ന്. കുറേ സ്ട്രൈറ്റ്നറും കളറും ഒക്കെ നോക്കി, പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് കളർ യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഞാനവിടെ ട്രൈ ഒക്കെ ചെയ്തു, പക്ഷേ കുറേ ടൈപ്പ് കളർ ഇരിക്കുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം പോയി സ്റ്റഡി ചെയ്തിട്ട് മേടിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് കരുതി. എല്ലാം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് വരാം ഒന്നുകൂടെ. സൺസെറ്റ് ആയതുകൊണ്ട് സ്കൈ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞങ്ങളൊരു സാധനവും മേടിക്കാതെ ഇറങ്ങി. ഇനി കബാബ് കഴിക്കണോ? കബാബ് കഴിക്കാൻ തരും. ഇത് നമ്മളെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ കടയിലുണ്ട്. കുറച്ച് അഫോർഡബിൾ പ്രൈസിനും ആണല്ല. കൊള്ളാം. വാവ്, അകിലിരിക്കുന്ന ഒരു ചെയർ നോക്കിയേ, നല്ല ചെയർ അകിലേ, എനിക്കിഷ്ടായി. നമ്മളെ സോപ്പ്, ഹാൻഡ് വാഷൊക്കെ ഇട്ട് വെക്കുന്ന, ഷവർ ജെല്ലും ഹാൻഡ് വാഷും ഒക്കെ ഇട്ട് വെക്കുന്ന സാധനം. അതിനെത്ര? 3 ഉള്ളോ? ഒരുപാട് കപ്പുകളിരിക്കുന്നു, ഭയങ്കര അഫോർഡബിൾ റേറ്റിനല്ലേ. കൊള്ളാം, നല്ലൊരു കട. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. ബോക്സസ് ഉണ്ടോ? ഇങ്ങനെ ബോക്സസ് ഇവര് സാധനങ്ങൾ ഇട്ട് വെക്കും, നല്ല ഭംഗിയുണ്ടല്ലേ. ക്രിസ്മസ് ഐറ്റംസും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. കൊള്ളാല്ലേ അഖിലേ? നൈസ്. ക്രിസ്മസിന്റെ കുറച്ച് ക്യൂട്ട് ഐറ്റംസും ഉണ്ട്. അയ്യോട്ടാ, എന്താ ക്യൂട്ടാ നോക്കിയേ. അയ്യോ, എത്ര ക്യൂട്ടാ നോക്കട്ടെ. ക്രിസ്മസ് അപ്പൂപ്പൻ. എന്തോ ഒരു സാധനം. നോട്ടെ, കൊള്ളാം, എന്തോ ക്യൂട്ടാ നോക്കിയേ. ഇതാണ് ക്രിസ്മസ് അപ്പൂപ്പൻ.
ഇത് ക്രിസ്മസ് അപ്പൂപ്പ വണ്ടിയിൽ പോകുന്നു. ഇതും കൊള്ളാം കേട്ടോ. ഏതാ ഇതൊക്കെ തടി കളയുന്ന തടി അവരെടുത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചേക്കുവാ. സോ ക്യൂട്ട്. എത്ര ക്യൂട്ട് ഐറ്റംസ് അവിടെ ഉള്ള. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഡോഗാണല്ലേ, നായ്ക്കുട്ടി. ഓ എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ. ബോൾസ് ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിടുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഷോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ക്രിസ്മസ് ട്രീ ഒക്കെ മേടിക്കുന്നവർക്ക് നല്ല ഒരു കട. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇടുമല്ലോ. അതൊക്കെ ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടും. ഇത് ക്യാൻഡിൽസ്, നൈസ്. ഇവിടെ ഹാലോവീൻ ആയിട്ടുണ്ടല്ലോ ഒക്ടോബറിൽ. ഓ മൈ ഗോഡ്, കറക്റ്റ് അകലിനെ പോലുണ്ട്. എത്ര ക്യൂട്ടായിട്ടുണ്ടല്ലോ ഹാലോവിൻ തീം സംഭവങ്ങൾ. കൊള്ളാം. കൊള്ളാല്ലേ കാലൊക്കെ. തലയോട്ടി. ഇവിടെ ഉള്ളവർ ഇതൊക്കെ കോസ്റ്റ്യൂം ഇട്ട് പോവുമല്ലോ, വെളിയിൽ ഇറങ്ങുമല്ലോ. അതിന് വേണ്ടിയാ. അകലിറങ്ങുന്നുണ്ടോ? ഓ ഇനി കുറച്ച് ഗ്രോസറിയും കൂടെ മേടിക്കാൻ വന്നത് നെക്സ്റ്റ് വീക്കിലത്തേക്ക്. ഇതിന്ന് വന്നത് അടിന്ന് പറഞ്ഞിട്ടൊരു കടയിൽ. അവിടെ കുറച്ച് ഓഫറിൽ കിട്ടും. മീൻസ് കുറച്ച് വില കുറവായിട്ടാണ് പൊതുവെ എനിക്ക് തോന്നാറ്. അല്ലേ ഇവിടെ കുറച്ച് വില കുറവല്ലേ? ആണ്. കഴിക്കേ. കോപ്പനിക്കിൽ എപ്പോൾ വന്നാലും അകലിന് മിസ്റ്റർ കബാബിൽ കയറി കബാബ് കഴിക്കണം. ഇവിടുത്തെ കബാബ് നല്ല ടേസ്റ്റാണ്. അഖില് മേടിച്ചത് ഷവർമ്മ ഉണ്ടല്ലോ, അതിനകത്തുള്ളത് ഷവർമ്മ. നമ്മുടെ നാട്ടിൽ അതേ ഷവർമ്മ, പക്ഷെ ടേസ്റ്റ് വേറെയാണ്. ടർക്കിഷ് ഫുഡായത് ഇത് അവരാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ കഴിക്കുന്നത് ബണ്ണിനകത്ത് ചിക്കനും വെജിറ്റബിൾസും ഒക്കെ സ്റ്റഫ് ചെയ്തത്. അത് ഭയങ്കര പാടാണ് കഴിക്കാൻ. മീൻസ് നമ്മളുടെ വാ മൊത്തവും ആകും കടിച്ച് പറിച്ച് തിന്നുമ്പോൾ. അത് ഭയങ്കര വലിയ ബണ്ണണൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കടിക്കുമ്പോഴത്തേക്ക് മുഖം ഫുള്ളാകും. അതുകൊണ്ട് അഖിലത് മേടിക്കില്ല. ഒരു കോളയും കൂടെ എടുത്തു. നമ്മൾ കബാബ് കഴിച്ചു കഴിഞ്ഞ് വയറ് നിറഞ്ഞു, ഫുള്ളായി. ഇനി ഒരു കോളയും കൂടെ എടുത്തു. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി ബസ്സിൽ കയറി വീട്ടിൽ പോകണം. അഖില് തോളെന്ത് സഞ്ചിയൊക്കെ തൂക്കി പോന്നെ? ഇങ്ങനൊക്കെ തൂക്കില്ലേ? ഇനിയിപ്പോഴൊന്നും വണ്ടി കാണത്തില്ല. ഇപ്പൊ ഒരെണ്ണം പോയത് അല്ലേ? സോ നമ്മൾ വീട്ടിലെത്തി. ഇത്രയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. എല്ലാ വീക്കിലും ഇങ്ങനൊന്നും അല്ല, ഇന്ന് ഇങ്ങനെയായിരുന്നു. അതെല്ലാം ചേർത്തൊരു കുട്ടിയൊരു വീഡിയോ ആണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.